ഏഷ്യ കപ്പ് ഷെഡ്യൂൾ ജൂലൈ ആദ്യവാരത്തിൽ പുറത്തുവിടുമെന്ന് റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് പുറത്തെത്തിയതോടെ ഒട്ടനവധി സംശയങ്ങളാണ് ആരാധകർക്ക് ഉള്ളത്. അതിൽ പ്രധാനമായി ഉയരുന്ന സംശയം കോഹ്ലിയും രോഹിതും പാകിസ്ഥാനെ നേരിടാൻ ഇന്ത്യൻ ടീമിൽ ഉണ്ടാകുമോ എന്നാണ്. ഇന്ത്യയും പാകിസ്ഥാനും ഒരു ദ്വിരാഷ്ട്ര പരമ്പര അവസാനമായി കളിക്കുന്നത് 2012-13 വർഷമാണ്. ഇതിന് ശേഷം അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. പഹൽഗാം ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായി ടീം ഇന്ത്യ മത്സരിക്കുമോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. അതേസമയം ജൂലൈ ആദ്യവാരത്തിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ഏഷ്യ കപ്പ് ഷെഡ്യൂൾ പുറത്തുവിടും എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ ടൂർണമെന്റിൽ ഇന്ത്യയുടെ 2 സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഉണ്ടാകുമോ എന്നാണ് ആരാധകരുടെ സംശയം. T20 ഫോർമാറ്റിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും T20 ഫോർമാറ്റിൽ നിന്ന് വിരമിച്ചതിനാൽ ഈ ടൂർണമെന്റിൽ ഇരു താരങ്ങളും ഉണ്ടാകില്ല. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ക്രിക്കറ്റിന്റെ ഈ ഫോർമാറ്റിൽ സജീവ കളിക്കാരല്ല. 2024 T20 ലോകകപ്പ് നേടിയതിനു ശേഷം കോഹ്ലിയും രോഹിതും T20 മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. ക്രിക്ബസിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ACC ജൂലൈ ആദ്യവാരത്തിൽ ഏഷ്യ കപ്പ് 2025 ഷെഡ്യൂൾ പുറത്തിറക്കിയേക്കും. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക തീരുമാനമൊന്നും പുറത്തുവന്നിട്ടില്ല. പക്ഷേ ടൂർണമെന്റിനായുള്ള ചില പ്രമോഷണൽ പ്രവർത്തനങ്ങൾ ഇതിനകം ആരംഭിച്ചതായി റിപ്പോർട്ടുണ്ട്. ഏഷ്യ കപ്പ് 2025 സെപ്റ്റംബർ 10 മുതൽ ആരംഭിക്കും എന്ന വാർത്തയും പ്രചരിക്കുന്നുണ്ട്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും വിരമിച്ചതിന് ശേഷം സൂര്യകുമാർ യാദവിനെ നായകനാക്കി ഒരു പുതിയ T20 ടീമിനെ ഇന്ത്യ തെരഞ്ഞെടുത്തു. സഞ്ജു സാംസൺ, തിലക് വർമ്മ, അഭിഷേക് ശർമ്മ എന്നിവരടങ്ങുന്ന ഈ T20 ടീമിനെയാകും ഏഷ്യ കപ്പിനായി ഇന്ത്യ അയക്കുക. ഇന്ത്യയാണ് ഏഷ്യ കപ്പിന് ആതിഥേയരെങ്കിലും ടൂർണമെന്റ് നടക്കുകയാണ് എങ്കിൽ UAE ആയിരിക്കും പ്രധാന വേദിയാവുക. പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യില്ല എന്ന് നേരത്തെ അറിയിച്ചതുകൊണ്ടുതന്നെ ഇന്ത്യയിലായിരിക്കില്ല ഏഷ്യ കപ്പ് എന്നത് നേരത്തെ വ്യക്തമായിരുന്നു. ഒരു മത്സരത്തിന് മാത്രമായി ഒരു ഹൈബ്രിഡ് മോഡലിൽ മത്സരം നടത്തുന്നത് പ്രായോഗികവുമല്ല എന്നത് ചൂണ്ടിക്കാണിച്ച് UAEയിലേക്ക് മത്സരം മാറ്റാനുള്ള സാധ്യത കൂടും.